അങ്ങനെ ഒരു പെരുമഴയിൽ നോവിൻ്റെ പെരുമഴക്കാലം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ റീവിസിറ്റ് നടത്തുക. അതുവരെ ഒരു പക്ഷേ നമ്മൾ അത്രയും അതിനെ അങ്ങനെ കാണില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ സിനിമകൾ, ഈ ഡയലോഗുകൾ ഓരോന്നോരോന്നായി ആലോചിക്കുമ്പോഴാണ് എത്ര വലിയൊരു മഹാനടനായിരുന്നു. ഏതെങ്കിലും ഹാസ്യത്തിൻ്റെ ചക്രവർത്തി എന്ന് പറയുന്നത് തെറ്റാണ്. ഹാസ്യത്തിൻ്റെ ചക്രവർത്തി മാത്രമായിരുന്നില്ല, അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്ന് കൃത്യമായി പറയാം. നമ്മൾ രാവിലെ അല്ല ഇപ്പോഴും കമൻറ്റ് ബോക്സുകളിൽ അങ്ങ് ദുഫായിൽ ഷേക്കിൻ്റെ ഇടങ്കയായിരുന്നു ഞാൻ തുടങ്ങിയ ഡയലോഗുകൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഓഫ് ആൻഡായി പറയാൻ പറ്റിയ എത്ര, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ് എന്നൊക്കെയുള്ള പ്രത്യേക മോഡുലേഷൻ. അത് അവിടെ സലീം കുമാർ പറയുമ്പോൾ അതൊരു പ്രത്യേക മോഡുലേഷൻ ആവും. എനിക്കെല്ലാമായി, തിരുപ്പതിയായി എന്നൊക്കെ പറയുന്ന മോഡുലേഷൻ. ഐ ഓൾസോ ഫീൽഡ് ഓഫ് യു എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്ന അത്, ഹോ കൊച്ചിയെത്തി എന്ന് പറയുന്ന ഡയലോഗ്. ഈ ലാസ്റ്റ് സിനിമയ്ക്കകത്ത് തന്നെ ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്, ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്, കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി എന്നൊക്കെ പറയുന്ന അത് ഒരു മനുഷ്യൻ, ഒരു മഹാനടൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്ന സങ്കടമാണ്. പക്ഷേ ഈ ഡയലോഗുകൾ നമുക്ക് മുഖത്ത് ചിരി വരാതെ പറയാൻ കഴിയില്ല. മൈക്കിൾ എലിയാസ്, ജാക്സൺ എലിയാസ്, മൈക്കിൾ എലിയാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗൊക്കെ. പിന്നെ അവൻ ഓരോന്നും എത്ര നന്ദി മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ മീശമാധവനിലെ ഡയലോഗ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ വർത്തമാനങ്ങൾ നമ്മൾ കൊളോക്കിയൽ ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ എന്ന് പറഞ്ഞ ഡയലോഗ് നമ്മൾ കൊളോക്കിയലി പറയുന്ന പല ഡയലോഗുകൾ. സുഹൂദി അറേബ്യയാണ് നാട്, ശരീഅത്താണ് നിയമം, പാടുപെടും എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ്, അത് പക്ഷേ അതൊരു ഹാസ്യവേഷമല്ല, അത് കുറച്ചുകൂടി ഉള്ളൊരു വേഷമായിരുന്നു ആ വേഷം. പിന്നെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനായിരിക്കണം എന്ന് പറയുന്ന സമയം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ നനയുമ്പോഴത്തേക്ക് മാതൃഭൂമി വരെ നനഞ്ഞു പോയല്ലോടാ എന്നും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് വെള്ളം കോരി ഒഴിക്കുമ്പോഴത്തേക്ക് പറയുന്ന ഡയലോഗ്. അങ്ങനെ നമുക്ക് ഓഫ് ഹാൻഡിൽ പറയാൻ കഴിയുന്ന എത്ര ലവൻ പാടുന്നു നീ പാടുപെടും എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ഇതൊക്കെ കൃത്യമായി ഏത് സിനിമയിലാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ അറിയില്ലായിരിക്കാം, എന്നാൽ പെട്ടെന്ന് പറയാൻ കഴിയില്ലായിരിക്കും. പക്ഷേ ഈ ഡയലോഗ് പറഞ്ഞ സലീം കുമാർ ആണെന്നും അത് നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഡയലോഗുകളാണെന്നും മാത്രം അറിയാം. നന്ദി മാത്രമേ ഉള്ളൂ, അല്ലേ കണ്ടാറ് ലുക്കിലെന്നേ ഉള്ളൂ, ഒടുക്കത്തെ ബുദ്ധിയ, തൽപരകക്ഷിയല്ല എന്ന് പറയുന്ന ഡയലോഗൊക്കെ ചിരിയോടുകൂടിയാണ് നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ചിരിക്കുന്നതിൻ്റെ സമയമല്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ സലീം കുമാർ ബാക്കി വെച്ചു പോയ മൊഴിമുത്തുകൾ, ചിരിമുത്തുകൾ അത് പറയുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടല്ലാതെ നമുക്ക് പറയാനും കഴിയില്ല. ടൗൺ ഹാളിൽ അവിടെ പൊതുദർശനം പുരോഗമിക്കുന്നു, സഹപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു, അദ്ദേഹത്തിൻ്റെ വേദനിക്കുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാം. സലീം കുമാറിന് അങ്ങേയറ്റം ആ കുടുംബമായിരുന്നു എല്ലാം. ചന്തു മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട അഭിനേതാവായി, ചന്തു സലീം കുമാറിൻ്റെ മകൻ എന്ന വിലാസത്തിൽ നിന്ന് കുറച്ചുകൂടി വളർന്ന് സ്വന്തമായി ഇടം പിടിക്കുന്ന സമയമൊക്കെ കൂടിയാണ്. അപ്പോൾ ചന്തുവിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള ഒരു വിജയയാത്ര, ഒരു ജൈത്രയാത്ര കാണാൻ ബാക്കി നിൽക്കാതെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട അച്ഛൻ മടങ്ങുകയാണ്. സ്വാഭാവികമായും ആ കുടുംബത്തിൻ്റെ വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇത് ആകസ്മിക മരണവുമാണ്, പെട്ടെന്ന് ഉണ്ടായ അസുഖമാണ്, ആശുപത്രിയിൽ അഡ്മിറ്റായി. നേരത്തെ ആരോഗ്യസ്ഥിതി പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലും ആശുപത്രിയിൽ പോയി അതിനേക്കാൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്ന് സിനിമകളിലൊക്കെ സജീവമാകുന്ന സലീം കുമാറിനെ നമുക്ക് എല്ലാവർക്കും പോയ കാലത്തും അറിയാമായിരുന്നു. അപ്പോൾ ആ കീഴ്വഴക്കം ഉണ്ടാകും എന്ന് ആ കുടുംബം കരുതി, എല്ലാവരും കരുതി. പക്ഷേ അതുണ്ടായില്ല. ആ ജീവിതം, ആ സാർത്ഥകമായ ജീവിതം അത് പൂർത്തിയാകുന്നു. ടൗൺ ഹാളിൽ പൊതുദർശനം പുരോഗമിക്കുന്നു, പ്രജിൻ സ്വീകരണം ചെയ്യുന്നു. പ്രജിൻ, നമ്മൾ രാവിലെ പറഞ്ഞതാണ് 1 മണി വരെയാണ് പൊതുദർശനത്തിൻ്റെ സമയം ക്ലിപ്തമാക്കപ്പെട്ടതെങ്കിലും ഈ കാണുന്ന ആൾക്കൂട്ടം കാണുമ്പോൾ, ജനക്കൂട്ടം കാണുമ്പോൾ 1 മണി എന്നുള്ള സമയക്രമം പാലിക്കാൻ സാധ്യതയില്ല. പ്രജിൻ, പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ അനുസ്മരണ സന്ദേശങ്ങൾ പറയുന്നു. മോഹൻലാൽ ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ്റെ ആ സ്വീകരണ വേദിയിൽ മോഹൻലാലും തൊട്ടിപ്പുറത്താണ് ഇരിക്കുന്നത് സലീം കുമാർ. നമ്മൾ മോഹൻലാലിനെ കാണുമ്പോൾ കണ്ണെടുക്കാൻ നോക്കിയിരിക്കുമല്ലോ. ആ പരിപാടിയിൽ ഉടനീളം മോഹൻലാലും സലീം കുമാറും ഓരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചു. ആ പരിപാടിയിൽ ഉടനീളം തുടക്കം മുതൽ അതിൻ്റെ പഴയ ദൃശ്യങ്ങളുണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ കാണാം, തുടക്കം മുതൽ തന്നെ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് നമ്മൾ കണ്ടത്. അത് ഏറ്റവും ഒടുവിൽ അതായിരുന്നു വേദി. മാത്രമല്ല ആ സിനിമയിലൊക്കെ, അതേതായിരുന്നു സിനിമ, ആ സിനിമയിലൊക്കെ ഒരു സൈക്കിളിൽ കയറി പോകുന്ന സീനുണ്ട്. കയറ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കാലിൽ കയറ് ഊരി കിടക്കുന്ന സലീം കുമാറിൻ്റെ, അതൊക്കെ ഒരുപക്ഷെ സലീം കുമാർ അല്ലാതെ വേറൊരു നടൻ ചെയ്താൽ അത് ആ ഹാസ്യം വർക്കൗട്ടാവാതെ വിരസമായി പോകാവുന്ന ഒരു സീനായിരുന്നു അത്. ആ സീനിൽ മനോഹരമായി കളിച്ചു കയറ്റി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി പെർഫോമൻസ് നടത്തിയ നടനാണ് സലീം കുമാർ. ആ ഓർമ്മകൾ, നമ്മൾ ഈ ഓർമ്മകൾ ഓരോന്നോരോന്നായി ഫ്രെയിം നമ്മൾ മനസ്സിലൂടെ ഇങ്ങനെ പോവാണ്. പ്രജിൻ സ്വീകരണം ചേരുന്നു. പ്രജിൻ, ഞാൻ പറയുകയായിരുന്നു 1 മണിക്ക്
1 മണി വരെ പൊതുദർശനം എന്നുള്ള ആ സമയ ക്ലിപ്തത അവിടെ പാലിക്കപ്പെടാൻ ചാൻസ് ഇല്ല. അത്രയുമധികം ആളുകൾ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അണമുറിയാതെ. ഉറപ്പായും ഹാഷ്മി 9:30 തുടങ്ങിയ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂർ നേരം ഈ ഹാളിനകത്തേക്ക്, പറവൂരിലെ മുനിസിപ്പൽ ടൗൺ ഹാളിനകത്തേക്ക് വന്നത് എത്ര പേരാണ് ഇതിൻ്റെ ഒരു കൗണ്ട് എടുക്കുക നമുക്ക് സാധ്യമല്ല. മാത്രമല്ല ഈ ഹാളിന് പുറത്ത് നമുക്ക് അറ്റം കാണാൻ പറ്റാത്തത്രയും നീളത്തിലുള്ളൊരു നിര അതുണ്ട്. അവരെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സലീമിനെ അവസാനമായി ഒരു നോക്കി കാണാൻ എത്തിയവരാണ്. അവർക്ക് ഇനി എപ്പോഴാണ് ഇതിനകത്തേക്ക് കടക്കാൻ പറ്റുക എന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അധികൃതരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 1:30, മാക്സിമം 1:30ക്കുള്ളിൽ പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അത് അങ്ങനെ സാധിക്കുമോ എന്ന സംശയമാണ്. കാരണം അത്രമേൽ ആൾക്കാർ ഇനിയും പുറത്തുണ്ട്. അത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇവിടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ സലീമിനെ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോരോരുത്തരും പറയും, നേരത്തെ ഹാഷ്മി ഒരുപാട് സിനിമാ ഡയലോഗുകളെ കുറിച്ച് പറയുമ്പോൾ ഞാനും അറിയാതെ ആ സിനിമകളിലൂടെ, ആ കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് വരും. അത്രമേൽ കണക്റ്റഡാണ് സലീം കുമാർ പറഞ്ഞ ഓരോ ഡയലോഗുകളും, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളെല്ലാം അത്രമേൽ നമ്മളുമായി കണക്റ്റഡാണ്. നമ്മുടെ മനസ്സിലത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഹീറോയിക് പെർഫോമൻസ് ഒക്കെ നടത്തുന്ന നടന്മാരുടെയൊക്കെ പെർഫോമൻസുകളും ആ കഥാപാത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് സ്വാധീനം ചെലുത്തും. അത് മനസ്സിൽ ഇങ്ങനെ തറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ ഹാസ്യം അല്ലെങ്കിൽ നർമ്മം അത് പറയുന്ന, അല്ലെങ്കിൽ അത്തരം ഡയലോഗുകൾ, അത്തരം സീനുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായ ഒരു അടയാളപ്പെടുത്തലുണ്ടെങ്കിൽ, ഇത്രയും ഫേമസ് ആയ എന്നെ നിനക്ക് മനസ്സിലായില്ലടാ ജാട തെണ്ടി എന്ന് വിളിക്കുന്ന ഒരു ഡയലോഗ് സലീം കുമാറിനെ എന്ന് പറഞ്ഞാൽ ആ ഡയലോഗിൽ കാര്യമായൊന്നുമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ സലീം കുമാർ പറയുമ്പോഴേക്കും അത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആഴ്ചയിൽ 2-3 തവണയെങ്കിലുമൊക്കെ പറയുന്ന ഡയലോഗാണത്, തമാശ അർത്ഥത്തിൽ. അങ്ങനെ എത്ര എണ്ണം നമ്മൾ പറയുമ്പോൾ ചിരിച്ചു പോവാണ്, ക്ഷമിക്കണം. അങ്ങനെ എത്രയാണെന്ന് എത്ര ഈ ചെറുനുറുങ്ങുകൾ ഇത്രയധികം പറഞ്ഞ് ഹിറ്റാക്കിയ മറ്റൊരു ഹാസ്യനടൻ ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്, സംശയമുണ്ട്. പ്രജിൻ, തീർച്ചയായിട്ടും ഹാഷ്മി ഈ പറയുന്ന പല കഥാപാത്രങ്ങളും, ഇപ്പം സലീം കുമാർ ചെയ്ത കോമഡി സീനുകൾ നോക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെ യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഥാപാത്രങ്ങളോ, നിസ്സഹായാവസ്ഥയോ, അല്ലെങ്കിൽ ജീവിതം പ്രതിമുട്ടി നിൽക്കുന്ന പ്രാരാബ്ധത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷെ അവർ ആ കഥാപാത്രം നർമ്മത്തിലാണ് അവരുടെ അവസ്ഥ പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരികയാണ്. ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട് എന്ന കഥാപാത്രം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയാണ്. കീശയിലേക്ക് നോക്കിയിട്ട് നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയാണ്. പക്ഷേ അത് കേൾക്കുന്നത് നമുക്ക് ചിരി ഉണ്ടാകുന്നു. അത് ഒരു നടൻ്റെ അത്രമേൽ വൈഭവമാണ് എന്ന് പറയാം, അഭിനയ മികവാണെന്ന് പറയാം. സ്വാഭാവികമായിട്ടും അതല്ലാത്ത ഈ കഥാപാത്രങ്ങളുണ്ട്. നമ്മളീ പറയുന്ന അച്ചുറങ്ങാത്ത വീട് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ക്വീൻ എന്ന് പറയുന്ന ആ മൂവി മാത്രം എടുത്താൽ മതി. അതിലെ അഡ്വക്കേറ്റ് മുകുന്ദൻ എന്ന് പറയുന്ന കഥാപാത്രം, അത് എത്രമേൽ ഗൗരവമേറിയ വിഷയമാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് അനുവാചകരിൽ, കാണുന്ന ആൾക്കാരിൽ, പ്രേക്ഷകരിൽ എന്തെങ്കിലുമൊക്കെ ഭാവമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഭാവ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പ്രതിഭയാണ്. അത്തരം പ്രതിഭകൾ നമ്മുടെ സിനിമാ ലോകത്ത് വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അതിൽ ഒരാളാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്ന സലീം കുമാർ എന്ന് നിസ്സംശയം പറയാം. അതോടൊപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സലീം കുമാറിനടുത്ത് ചേർന്ന് നിൽക്കുന്ന ദിലീപിനെ നമുക്ക് കാണാം, നാദൃശ്യയെ കാണാം, ഹരിശ്രീ അശോകനെ കാണാം, രമേഷ് പിഷാരടിയെ കാണാം. ഇവരെല്ലാം ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന് എത്രയോ വേദികളിൽ മിമിക്സ് പരേഡുകൾ ചെയ്ത പ്രതിഭകളാണ്. പക്ഷേ അവർക്കെല്ലാം മനസ്സിൽ ഇപ്പോൾ തളങ്ങിട്ട് നിൽക്കുന്നത് തങ്ങളിൽ ഒരുത്തൻ ഇപ്പോഴില്ല, വിടവാങ്ങിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വിങ്ങലോടെ അവരെല്ലാം ഇപ്പോഴും ഈ മൃതദേഹത്തിനരികിൽ നിൽക്കുന്നത്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.